നിങ്ങളുടെ എസ്.ടി.സി. ബാങ്ക് ഇതുവരെയായിട്ട് ശരിയായിട്ടില്ലേ? ഇപ്പോഴും ഒരു എറർ മെസ്സേജ് കാണിക്കുന്നുണ്ടോ? എന്നാൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ. വിനോദ് ഗത്തൽ ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗദി അറേബ്യയിലെ എസ്.ടി.സി. ബാങ്ക് ഇതിനെക്കുറിച്ചുള്ള ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ് ഇന്ന് ഞാൻ പറയുന്നത്. എൻ്റെ അനുഭവങ്ങളും എനിക്ക് ഉപകാരപ്പെട്ടതുമായ വീഡിയോസാണ് ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്ന ചെറിയൊരു അപേക്ഷ കൂടിയുണ്ട്. ചില ആളുകൾക്ക് എസ്.ടി.സി. ബാങ്ക് ഡയറക്റ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് നിലവിൽ എസ്.ടി.സി. ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കും ബാങ്കിലേക്ക് കൺവേർട്ട് ചെയ്യാനും. എന്നാൽ ചില ആളുകൾക്ക് എസ്.ടി.സി. ഉപയോഗിക്കുന്നവർക്ക് തന്നെ എസ്.ടി.സി. ബാങ്കിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, അതായത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു എറർ മെസ്സേജ് വരുന്നുണ്ട്. എനിക്കും അങ്ങനെ ഒരു എറർ മെസ്സേജ് വന്നിരുന്നു. ആ എറർ മെസ്സേജ് ശരിയാക്കാൻ വേണ്ടി അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ നിങ്ങളാരും കാണാൻ മറക്കരുത്, കംപ്ലീറ്റ് ആയിട്ട് കാണുക. അതിൽ കംപ്ലീറ്റ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അത് വീഡിയോ മുഴുവനായിട്ട് കണ്ടാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അതായത് നിലവിൽ എസ്.ടി.സി. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നമ്മൾ എസ്.ടി.സി. ബാങ്ക് എന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഇക്കാമ നമ്പറും നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്തും അടിക്കുമ്പോൾ അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഇക്കാമ നമ്പർ നോട്ട് മാച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു റെഡ് മെസ്സേജ്, ഒരു എറർ മെസ്സേജ് ആണ് വരുന്നത്. ഞാനത് കുറേ ട്രൈ ചെയ്ത് നോക്കി. ഗൂഗിളിൽ പോയിട്ട് ഇക്കാമയിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ അറബിക് ഡേറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കി. എന്നിട്ട് അത് ടൈപ്പ് ചെയ്ത് നോക്കുമ്പോഴും ഇക്കാമയിലെ ഉള്ള ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ ഇക്കാമ നമ്പറും കൂടി മാച്ച് ആവുന്നില്ല എന്ന് പറയുന്നിട്ടാണ് എനിക്ക് മെസ്സേജ് വരുന്നത്. അങ്ങനെ കുറേ ആളുകൾക്ക് സംഭവിക്കുന്നുണ്ട്. അതെന്താണ് അതിന് കാരണം എന്നറിയില്ല. ഞാനത് അറബി അറിയുന്ന സൗദികളോടൊക്കെ സംസാരിച്ച് നോക്കി. അതെന്താണ്, അവരെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചു, ഒരു റെസ്പോൺസും ഇല്ല, ഒന്നുമില്ല. പിന്നെ അങ്ങനെ അത് വിട്ടു ഞാൻ. അത് സംഭവം പിന്നെ ഞാൻ ആ എസ്.ടി.സി. ബാങ്ക് രജിസ്റ്റർ ചെയ്യുന്ന സംഭവം അങ്ങനെ വിട്ടു. ചില ആളുകൾക്ക് നമ്മുടെ ഗൂഗിളിൽ കയറിയിട്ട് ഇംഗ്ലീഷ് ബർത്ത് ഡേറ്റ് ഉള്ളത്, അതായത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളത് ഇംഗ്ലീഷ് ഉള്ളത് അറബിയിലേക്ക് മാറ്റിയിട്ട് അത് നമ്മൾ എസ്.ടി.സി. ബാങ്കിൽ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ശരിയാവുന്നുണ്ട് കേട്ടോ. അത് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ചില ആളുകൾക്ക് മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതെന്താണെന്നറിയില്ല. അങ്ങനെ ഒരു എറർ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ ഇക്കാമയിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് മാച്ച് അല്ല എന്ന് പറഞ്ഞിട്ട് ഒരു റെഡ് പോപ്പപ്പ് വിൻഡോ വന്നു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കരുത്. അതോടുകൂടി അങ്ങ് വിടുക. പിന്നെ എസ്.ടി.സി. ബാങ്കിനെ കുറിച്ച് നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ആലോചിക്കേണ്ട. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങളെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരും. ഇതുപോലെ ഒരു മെസ്സേജ് വരും. എനിക്കും അങ്ങനെ ഒരു മെസ്സേജ് വന്നു എസ്.ടി.സി. ബാങ്കിൽ നിന്ന്. നിങ്ങൾക്ക് എസ്.ടി.സി. പേയിൽ നിന്നും എസ്.ടി.സി. ബാങ്കിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നു. അങ്ങനെ ഞാൻ ആ മെസ്സേജ് വന്നപ്പോൾ നേരെ എസ്.ടി.സി. ബാങ്ക് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് പ്ലേ സ്റ്റോറിൽ നിന്ന്. അതിലേക്ക് എൻ്റെ ഇക്കാമ നമ്പറും ആ ഇക്കാമയിലുള്ള സെയിം ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ ഞാൻ അതിൽ ഇംഗ്ലീഷ് ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. കണ്ടിന്യൂ നെക്സ്റ്റ് കൊടുത്തപ്പോൾ പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി. അതുവരെ പിന്നെ ഒരു എറർ മെസ്സേജോ ഒന്നും വന്നില്ല. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഈ വീഡിയോയിൽ നമുക്ക് കാണാം. ആദ്യം പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നോ നിങ്ങൾ എസ്.ടി.സി. ബാങ്ക് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇക്കാമ നമ്പർ, അതേപോലെ മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഇക്കാമയിലുള്ള കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം അത് കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ കൊടുക്കട്ടെ, വേറെ മാറ്റി കൊടുക്കരുത്. അത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു OTP വരും. ആ OTP അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ OTP വന്നതിന് ശേഷം എൻ്റർ യുവർ എസ്.ടി.സി. ബാങ്ക് പാസ്കോഡ് എന്ന് പറയും, അത് കൊടുക്കണം. ലൊക്കേഷൻ ഓണാക്കാൻ മറക്കരുത്. ലൊക്കേഷൻ ഓണാക്കിയിടുക. അപ്പോൾ പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന അതേ തന്നെയാണ് കൊടുക്കേണ്ടിയിരുന്നത് കേട്ടോ. പാസ്കോഡ് എസ്.ടി.സി. പേയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാസ്കോഡ് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അത് കറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുശേഷം രജിസ്റ്റർ യുവർ ഡിവൈസ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും. അത് നിങ്ങളുടെ മൊബൈൽ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോളാണ്. അത് നിങ്ങളുടെ നമ്പറിലേക്ക് ഒരു കോള് വരും. ആ കോള് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അറ്റൻഡ് ചെയ്തിട്ട് അവർ പറയുന്ന നമ്പർ കറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
അവരൊരു നമ്പർ പറയും, ആ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മൊബൈൽ അത് രജിസ്റ്റർ ആവും, ആ ഡിവൈസ് അതിൽ STC ബാങ്ക് എന്നുള്ളതിൽ രജിസ്റ്റർ ആവും. അതിനു വേണ്ടിയുള്ള ഒരു വെരിഫിക്കേഷൻ ഇതാണത്. അത് കറക്റ്റ് അതേപോലെ ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾക്കൊരു പാസ്വേഡ് കൊടുക്കാൻ പറയും. ആ പാസ്വേഡ് നിങ്ങൾ കറക്റ്റ് നല്ലൊരു പാസ്വേഡ് കൊടുക്കുക. അത് ഓർമ്മ വയ്ക്കുക, എവിടെയെങ്കിലും എഴുതി വയ്ക്കുക. പാസ്വേഡ് ഒരിക്കലും എഴുതി വയ്ക്കാനോ അല്ലെങ്കിൽ ഓർമ്മ ഇല്ലാതിരിക്കുകയോ ചെയ്യരുത്. പാസ്വേഡ് പിന്നെ വീണ്ടും അല്ലെങ്കിൽ മാറ്റേണ്ടി വരും. കറക്റ്റായിട്ട് നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു പാസ്വേഡ് കൊടുക്കാൻ ശ്രമിക്കുക. ഇതിൽ അവർ പറയുന്നുണ്ട് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒക്കെ ഉപയോഗിക്കാൻ പറയുന്നുണ്ട്. @ അല്ലെങ്കിൽ അണ്ടർസ്കോറോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കറക്റ്റ് കൊടുത്ത് ആ പാസ്വേഡ് വീണ്ടും നമ്മൾ കൺഫേം ചെയ്യാൻ വേണ്ടി എൻ്റർ പാസ്വേഡ് കൊടുക്കുക. അപ്പോൾ പാസ്വേഡ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊബൈലിലേക്ക് ഒരു OTP വരും. ആ OTP നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരും. അത് വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ ഇതിൽ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഫിംഗർ പ്രിൻ്റ് അല്ലെങ്കിൽ ഫേസ് ഇതൊക്കെ ഓൺ ആക്കണമെങ്കിൽ ഓൺ ആക്കിയിടാം. ആവശ്യമുള്ളവർക്ക് ഓൺ ആക്കിയിട്ടാൽ മതി. നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഇക്കാമ നമ്പർ, അതായത് നിങ്ങളുടെ STC പേയിൽ ഉപയോഗിച്ചിരുന്ന കൊടുത്തിരുന്ന ഇൻഫർമേഷൻസ് 1 മുതൽ 5 വരെയുള്ള ഇൻഫർമേഷൻ അതിൽ വരുന്നത്. അതിന് പണ്ട് നമ്മൾ കൊടുത്തിരുന്ന അതേ ഇൻഫർമേഷൻ കാര്യങ്ങളാണ് ഇതിൽ ഉണ്ടാവുക. എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അവർക്ക് കമ്പനി പേര് അല്ലെങ്കിൽ സാലറി അതൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ വരുത്താം. അതിന് പ്രശ്നമില്ല. പിന്നെ അവിടെ പ്ലേസ് കൊടുത്ത് റിയാദ് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഇതുണ്ടാവും, ബർത്ത് പ്ലേസ് ഉണ്ടാവും, അത് കൊടുക്കുക. അതെല്ലാം കറക്റ്റ് നോക്കിയിട്ട് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ കൊടുക്കുക. തെറ്റിയാലും പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അത് വീണ്ടും നമുക്ക് അവിടെ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ എറർ മെസ്സേജ് വരും. അപ്പോൾ അത് ക്ലിയർ ആക്കി കൊടുത്താൽ മതി. അത് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ STC പേയിലുള്ള ഒരുവിധ ഇൻഫർമേഷൻസ് അവിടെ ഉണ്ടാവും. അതൊന്ന് ഡബിൾ ചെക്ക് ചെയ്താൽ മതി നിങ്ങൾ കറക്റ്റ് ആണോ ഇല്ലയോ എന്ന്. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ വരുത്താൻ ശ്രമിക്കുക. വരുത്തിയിട്ട് അങ്ങനെ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഇതാണ് കൊടുക്കുന്നത്, ഡേറ്റ് ഓഫ് ബർത്ത്. അത് കലണ്ടർ നോക്കിയിട്ട് കറക്റ്റ് കൊടുക്കണം. അത് ഏതാ നോക്കിയിട്ട് അതങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് പിന്നെ കിട്ടുക. നമ്മളെ മൊബൈൽ നമ്പർ, പ്ലേസ് ഓഫ് ഇഷ്യൂ എല്ലാം അതിലുണ്ടാവും. നമ്മുടെ ബാക്കിയുള്ളതൊക്കെ നോ കൊടുക്കുക. എല്ലാം അതുപോലെ നോ തന്നെ കൊടുക്കുക. S ഒന്നും കൊടുക്കരുത്, നോ തന്നെ കൊടുക്കുക. നിങ്ങൾ മൊബൈൽ നമ്പർ കറക്റ്റാണ് നോക്കുക. പേഴ്സണൽ ഇൻഫർമേഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്, അതായത് കസ്റ്റമർ കോൺടാക്ട് ഇൻഫർമേഷൻസ്. അത് ക്ലിയർ അല്ലേ, എല്ലാം കറക്റ്റ് അല്ലേ നോക്കിയതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. ഞാനിതിൽ അത് ബ്ലറായിട്ടാണ് കാണിക്കുന്നത്. കാരണം നമ്മൾ ഇൻഫർമേഷൻ കൂടുതൽ കാണിക്കാൻ പറ്റില്ല ഇതിൽ, അങ്ങനെ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ബ്ലറായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇൻഫർമേഷൻസ് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുത്താൽ മതി. അവിടെ ഏതെങ്കിലും നമ്പർ, അതായത് നമ്മുടെ നാട്ടിലത്തെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ മൊബൈൽ നമ്പർ അവിടെ കൊടുത്താൽ മതി. അത് പ്രശ്നമൊന്നുമില്ല, അത് വിഷയമുള്ള കാര്യമല്ല. അതങ്ങനെ കൊടുത്തിട്ട് പിന്നെ ഓക്കെ എന്നുണ്ടെങ്കിൽ അവിടെ നെക്സ്റ്റ് കണ്ടിന്യൂ ഉള്ളിടത്ത് ഹൈലൈറ്റ് ആയിട്ട് വരും. അപ്പോൾ അത് കണ്ടിന്യൂ കൊടുത്താൽ മതി. അപ്പോൾ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ആയിട്ട് വരില്ല, കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ട്. പിന്നെ വെരിഫിക്കേഷൻ വീണ്ടും അത് വരുന്നുണ്ട്, അത് കൊടുക്കുക. പിന്നെ നമ്മളെ എഡ്യൂക്കേഷൻ അതൊക്കെയാണ് അതിൽ ചോദിക്കുന്നത്. അതൊക്കെ അതേപോലെ കറക്റ്റ് എന്തൊക്കെയാണ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ, എവിടെ വർക്ക് ചെയ്യുന്ന കമ്പനി പേര്, അതെല്ലാം കറക്റ്റാന്ന് നോക്കിയിട്ട് അത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ സാലറി കൊടുക്കുമ്പോൾ പരമാവധി കൂടുതൽ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നീടൊന്ന് മാറ്റം വരുത്താൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നിങ്ങൾ പണം അയക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് അർജൻറ്റായി ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഡബിൾ സാലറിക്കാരുടെ നിന്ന് പൈസ ഒക്കെ കടം മേടിച്ചിട്ടോ അല്ലെങ്കിൽ കൂടുതൽ ശമ്പളം കിട്ടുന്ന ആൾക്കാരോ ഒക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അയക്കുന്ന സമയത്ത് ഇതിൽ ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് വരും. നിങ്ങൾക്ക് ഓവർ ലിമിറ്റാന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാലറി കൊടുക്കുമ്പോൾ കൂടുതൽ കൊടുക്കാൻ ശ്രമിക്കുക എപ്പോഴും. നമുക്ക് ആ സാലറി കിട്ടിയിട്ടല്ല, എന്നാലും അങ്ങനെ കൊടുത്തിടുക. പിന്നെ ഒന്ന് മാറ്റം വരുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, എഡിറ്റ് ചെയ്യാൻ ഇതിനൊക്കെ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ആദ്യം കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ STC ബാങ്കിൻ്റെ കാർഡാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് വെച്ചെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി എത്ര വിഡ്രോ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഷോപ്പിങ്ങിൽ പോകുമ്പോഴൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ ബക്കാലകളിലൊക്കെ നിങ്ങൾ STC ബാങ്കിൻ്റെ കാർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ
അത് നിങ്ങൾ പരമാവധി വിഡ്രോ കൊടുക്കുന്നതൊക്കെ കൂടുതൽ കൊടുക്കാൻ ശ്രമിക്കുക. അതൊക്കെ കറക്റ്റ് നോക്കിയിട്ട് നിങ്ങൾ മാസം എത്ര സ്പെൻഡ് ചെയ്യും, STC പേ വെച്ചിട്ട് എത്ര, അല്ല STC ബാങ്കിൻ്റെ കാർഡ് വെച്ചിട്ട് നിങ്ങൾ എത്ര പൈസയ്ക്ക് സാധനം, എത്ര റിയാലിൻ്റെ സാധനങ്ങൾ മേടിക്കും എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അത് മന്ത്ലി എത്രയാണെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് അത് കറക്റ്റ് കൊടുക്കുക. കൂടുതൽ കൊടുക്കാൻ നോക്കുക എപ്പോഴും. പിന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എത്രയെന്ന് ചോദിക്കുന്നുണ്ട്, അതും കൂടുതലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണ കൊടുക്കുക. അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നീട് എഡിറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ. ബാക്കിയുള്ള ഇൻഫർമേഷൻസൊക്കെ ഇവിടെ കറക്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ബാക്കി ഇവിടെ നിങ്ങളെ നാട്ടിലത്തെ എന്തെങ്കിലും കോൺടാക്ട് നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, നാട്ടിലത്തെ അഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അതെന്തെങ്കിലും എമർജൻസി കോൺടാക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. അത് കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നമ്മൾ സാധാരണ ഇവിടെ ബാങ്കിലൊക്കെ അക്കൗണ്ട് എടുക്കാൻ നമ്മൾ കൊടുക്കാറുണ്ടല്ലോ, നാട്ടിലത്തെ അഡ്രസ്സ്, അത് നാട്ടിലെ കോൺടാക്ട് നമ്പറൊക്കെ കൊടുക്കില്ലേ, അതേപോലെ കൊടുക്കണം. അത് പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ അത് കൊടുത്തില്ല വെച്ചിട്ട് നിങ്ങളുടെ പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ എന്തെങ്കിലും കോൺടാക്ട് നമ്പർ കൊടുക്കാൻ പറയുന്നുണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവരെ കോൺടാക്ട് ചെയ്യാനോ, നമ്മൾ വല്ല ലോൺ എടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, വെരിഫിക്കേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ നമ്പർ കൊടുക്കുന്നത് നല്ലതാണ്. അതിൽ ചോദിക്കുന്നുണ്ട് എന്താണ് റിലേഷൻ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഫ്രണ്ട്സ് എന്ന് അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി. അതല്ല നിങ്ങളുടെ തന്നെ നമ്പർ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് എന്ന് പറഞ്ഞിട്ട് ആ റിലേഷനിൽ കൊടുക്കാം. അത് വെച്ചിട്ട് അത് എററൊന്നും വരില്ല, കണ്ടിന്യൂ ആവും. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. പിന്നെ നിങ്ങൾ STC പേയിലുള്ള അതേ ബാലൻസ് ഇവിടെ കാണിക്കും. എത്രയാണോ പൈസ ഉള്ളത്, എത്ര റിയാലാണോ ബാലൻസ് ഉണ്ടെന്ന് കറക്റ്റ് ഇതിൽ കാണിക്കും. പിന്നെ നമ്മൾ STC പേയിൽ ഉണ്ടായിരുന്ന ഇൻ്റർനാഷണൽ റെമിറ്റൻസ്, ഇൻ്റർനാഷണൽ എന്നുള്ള പൈസ അയച്ചിരുന്ന കോൺടാക്ട്സ് എല്ലാം ഇതിലുണ്ടാവും. അതേപോലെ ലോക്കൽ ട്രാൻസ്ഫർ ഉള്ള കോൺടാക്ട്സും ഇതിൽ നമ്മൾ അയച്ചതും എല്ലാം ഇതിൽ കാണിക്കും. അതുകൊണ്ട് അഡീഷണൽ ആയിട്ട് നമുക്ക് ഇൻ്റർനാഷണലിൻ്റെ കോൺടാക്റ്റ് ഇതിൽ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതെല്ലാം ഇതിൽ ഉണ്ടായിരിക്കും. അതൊക്കെ കറക്റ്റ് ആവും. പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾ നോക്കുക, കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കുക. അതിനുശേഷം ഡൺ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു STC ബാങ്കിൻ്റെ രജിസ്റ്റർ ചെയ്യുന്നത്. ഇതിലുള്ള ഇൻഫർമേഷൻസ് കറക്റ്റ് അല്ല എല്ലാം നോക്കിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ കൺഫർമേഷൻ മെസ്സേജസ് ഒക്കെ വരും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്യുക. അപ്പോൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും ഇത് ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ നിങ്ങളുടെ സ്വന്തം വിനോദ് ഗത്തേൽ.